പുനലൂർ നിയോജക മണ്ഡലം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധാകേന്ദ്രമാകും. ഇടത് ശക്തി കേന്ദ്രമായി കരുതപ്പെടുന്ന പുനലൂരിൽ UDFും വലിയ പ്രതീക്ഷയോടെയാണ് തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നത്. കുത്തക നിലനിർത്താൻ CPI തയ്യാറെടുക്കുമ്പോൾ ഇടത് കോട്ട തകർക്കാൻ കോൺഗ്രസും ഘടകകക്ഷികളും ഒരുപോലെ രംഗത്തുണ്ട്. കഴിഞ്ഞ 20 വർഷമായി CPIയുടെ സിറ്റിംഗ് മണ്ഡലമാണ് പുനലൂർ. 10 വർഷമായി K. രാജുവാണ് പുനലൂരിനെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നതും. K. രാജു 2 ടൈം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ CPIയുടെ തന്നെ PS സുബാലിൻ്റെയും പ്രകാശ് ബാബുവിൻ്റെയും പേരുകളാണ് പ്രഥമ പരിഗണനയിലുള്ളത്. MLA എന്ന നിലയിലുള്ള വികസന നേട്ടങ്ങൾ തന്നെയാകും ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്തിക്കാട്ടുക. CPI തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത്. CPIക്ക് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനും നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. ആത്മവിശ്വാസത്തോടുകൂടി നേരിടത്തക്കവണ്ണം ഈ കഴിഞ്ഞ 2 ടേമിലും ഞാൻ എൻ്റെ ഒരു MLA എന്നുള്ള രീതിയിൽ, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് രാഷ്ട്രീയ സങ്കുചിത ചിന്താഗതികൾക്ക് അതീതമായി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പുനലൂർ സീറ്റ് ഘടകകക്ഷികൾക്ക് വിട്ടു നൽകിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ മുൻ MLA പുനലൂർ മധു, സഞ്ജയ് ഖാൻ, ജോയി എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ കേരള കോൺഗ്രസ് എമ്മും RSPയും ഈ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇടത് കുത്തക പൊളിക്കാനാകുമെന്ന് തന്നെയാണ് UDFിൻ്റെ വിശ്വാസം. ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ പുതുതായി കൊണ്ടുവരേണ്ട കാര്യങ്ങളിൽ MLA അത്തരം കാര്യങ്ങൾ ഒരു നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോയതായി കഴിഞ്ഞ 10 വർഷമായിട്ടും 20 വർഷമായിട്ടും കാണുന്നില്ല. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പുനലൂരിൽ ആദിവാസി തോട്ടം മേഖലകളിലെ വോട്ട് നിർണായകമാകും. ക്യാമറാമാൻ ഷിജു ചോറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.